നമുക്കിപ്പോൾ പഠിച്ച ട്രാൻസ്പോസ് അതുപോലെ സിമെട്രിക് സ്ക്യൂ സിമെട്രിക്കിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഇവിടെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, നമുക്ക് രണ്ട് മെട്രിക്സുകൾ തന്നിരിക്കുന്നു, ഇതിൻ്റെ ട്രാൻസ്പോസ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ ആദ്യം തന്നെ എ ക്വസ്റ്റ്യൻ്റെ ട്രാൻസ്പോസ് ഒന്ന് എഴുതി കാണിക്കാം. സിമ്പിൾ ചോദ്യം. ഇതൊരു ഒരു കോളം മെട്രിക്സ് ആണ്, ഒറ്റയ്ക്ക് ഒരു കോളം ഉള്ളൊരു മെട്രിക്സ് ആണ്. ഇതിൻ്റെ ട്രാൻസ്പോസ് എഴുതുക എന്ന് പറയുമ്പോൾ ഈ കിടക്കുന്ന കോളത്തിനെ റോയിലാക്കി എഴുതുക. അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്പോസ് വരിക 5 1/2 -1. ഇങ്ങനെയായിരിക്കും ഈ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് വരിക. ഇതുപോലെ രണ്ടാമത്തെ ചോദ്യത്തിൽ രണ്ടാമത്തെ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എഴുതാനാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ഈ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എഴുതാനായിട്ട് ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളാക്കി എഴുതുക. സോ 1 -1. സെക്കൻഡ് റോനെ സെക്കൻഡ് കോളാക്കി എഴുതുക 2 3. ഇതാണ് ഈ രണ്ടാമത്തെ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ്. ഓക്കെ, കട്ട് ചെയ്തോ ശിഷ്യ. നമ്മൾ ഓൾറെഡി എന്താണ് ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണെന്ന് പഠിച്ചു. ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് രണ്ട് എക്സാമ്പിൾ വെച്ചിട്ട് ഈ പ്രോപ്പർട്ടീസ് എങ്ങനെയാണ് വെരിഫൈ ചെയ്യുക, അതാണ് നമ്മൾ ഇനി അടുത്തത് കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിരിക്കുന്നു, ഇതൊരു 2/3 മെട്രിക്സ് ആണ്. ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിരിക്കുന്നു, അതും ഒരു 2/3 മെട്രിക്സ് ആണ്. എന്നിട്ട് നമ്മളിപ്പോൾ കണ്ട 3 പ്രോപ്പർട്ടീസ് വെരിഫൈ ചെയ്യാനാണ് നമ്മളോട് പറയണത്. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് പ്രോപ്പർട്ടി ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ, അതൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. നമുക്ക് എ എന്ന് പറയുന്ന മെട്രിക്സ് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ തുടങ്ങി, എ നമുക്ക് തന്നിട്ടുണ്ട്, നമ്മൾ എ എന്താണെന്നൊന്ന് എഴുതി. എ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ 2/3 മെട്രിക്സ്, 3 √3 2. ഇതാണ് അതിലെ ഫസ്റ്റ് റോ, 3 √3 2. അതുപോലെ സെക്കൻഡ് റോയിൽ 4 2 0. ഇതാണ് നമുക്ക് എ എന്ന് പറയുന്ന മെട്രിക്സ് തന്നേക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ട്രാൻസ്പോസ് ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ എ ട്രാൻസ്പോസ്, ഞാൻ പറഞ്ഞു ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ റോയിൽ കിടക്കണതിനെ കോളത്തിലാക്കി എഴുതുക. അപ്പോൾ ഈ ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളാക്കി എഴുതുക, 3 √3 2. അതുപോലെ സെക്കൻഡ് റോനെ സെക്കൻഡ് കോളായിട്ട് എഴുതുക. ഈ എഴുതിയിരിക്കുന്ന മെട്രിക്സ് ആണ് എ ട്രാൻസ്പോസ്. ഇതാണ് എ ട്രാൻസ്പോസ്. നമുക്കപ്പോൾ എഗെയിൻ ഇതിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിച്ച് നോക്കാം. അതായത് ഇപ്പോൾ എഴുതിയ എ ട്രാൻസ്പോസിൻ്റെ ട്രാൻസ്പോസ് കണ്ടു നോക്കാം. അപ്പോൾ എ ട്രാൻസ്പോസ് അതിൻ്റെ ട്രാൻസ്പോസ്, ഇതാണ് നമ്മുടെ എ ട്രാൻസ്പോസ്. ഇതിൻ്റെ ട്രാൻസ്പോസ് എഴുതുക പറഞ്ഞാൽ ഇവിടെ റോയിൽ കിടക്കണേനെ കോളാക്കി എഴുതുക. ഇപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് റോ 3 4 ആണ്, അതിനെ നമ്മൾ ഫസ്റ്റ് കോളമാക്കി എഴുതുക 3 4. സെക്കൻഡ് റോ സെക്കൻഡ് കോളാക്കി എഴുതുക, തേർഡ് റോ തേർഡ് കോളാക്കി എഴുതുക. ഇപ്പോൾ നോക്കിയേ, ഈ മെട്രിക്സ് നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മുടെ തുടക്കത്തിൽ എഴുതിയ എ എന്ന് പറയുന്ന മെട്രിക്സ് തന്നെയാണ് ഈ കിടക്കുന്നത്. സോ നമുക്ക് പറയാം എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു ക്യാപിറ്റൽ എ. നമ്മൾ ആദ്യം പഠിച്ച പ്രോപ്പർട്ടി വെരിഫൈ ചെയ്തിരിക്കണം. ഇതുപോലെ ഏത് മെട്രിക്സ് ആയിക്കോട്ടെ, ഈ മെട്രിക്സ് തന്നെ വേണമെന്നോ ഇതേ ഓർഡർ ഉള്ളത് വേണമെന്നോ ഒന്നുമില്ല, ഏത് ഓർഡറുള്ള മെട്രിക്സ് എടുത്താലും ഈ പ്രോപ്പർട്ടി അനുസരിക്കും. എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ പ്രോപ്പർട്ടി ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. സെക്കൻഡ് പ്രോപ്പർട്ടി ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. നമുക്ക് ആദ്യം ഇതൊരു ഇക്വേഷൻ ആണല്ലോ, അപ്പോൾ ഇത് വെരിഫൈ ചെയ്യാനായിട്ട് നമുക്ക് LHS RHS എന്ന് പറഞ്ഞെടുക്കാം. ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റിൽ കിടക്കുന്നത് LHS, ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഇതിനെ നമ്മളൊന്ന് കണ്ടുപിടിക്കുന്നു, ദെൻ റൈറ്റിൽ കിടക്കുന്നത് കണ്ടുപിടിക്കണം. രണ്ട് സെയിം ആണെങ്കിൽ വെരിഫൈഡ്. നമുക്ക് ആദ്യം LHS നിന്ന് തുടങ്ങാം. അപ്പോൾ LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്നുള്ള മീനിങ്ങിൽ LHS എടുത്തു. നമുക്ക് വേണ്ടത് എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് ആണ്. സോ നമ്മൾ ആദ്യം എ പ്ലസ് ബി എഴുതുക. എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എയും ബിയും കൂടി ആഡ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് എലമെൻറ്റ് 3, ഇവിടെ 2, 3 + 2 പറഞ്ഞാൽ 5. അപ്പോൾ എ പ്ലസ് ബിയിലെ ആദ്യത്തെ എലമെൻറ്റ് 5. ഇനി രണ്ടാമത് √3, ഇവിടെ -1 കൂട്ടിക്കഴിഞ്ഞാൽ √3 - 1 നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം. ദെൻ 2 + 2 4. ഇതുപോലെ അടുത്തത് 4 + 1 5.
2 + 2 4, 0 + 4 4. ഇതാണ് നമുക്ക് A + B എന്ന് പറഞ്ഞ് കിട്ടണത്. ഇനി നമുക്ക് A + Bയുടെ ട്രാൻസ്പോസ് എടുക്കാം. അപ്പോൾ A + B ഓൾ ട്രാൻസ്പോസ്, ഈ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ ഫസ്റ്റ് റോയിൽ കിടക്കണതിനെ ഫസ്റ്റ് കോളത്തിലാക്കി എഴുതുക. അപ്പോൾ 5 √3 - 1 4. സെക്കൻഡ് റോയിൽ കിടക്കുന്നത് സെക്കൻഡ് കോളം. അപ്പോൾ 5 4 4. ഇതാണ് നമ്മുടെ LHSൻ്റെ ആൻസർ. A + B ഓൾ ട്രാൻസ്പോസിൻ്റെ ആൻസർ കിട്ടി. ഇനി നമുക്ക് പതുക്കെ റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കാം. RHS അവിടെ എന്താണ് നമുക്ക് കിട്ടേണ്ടതെന്ന് നോക്കാം. അപ്പോൾ RHS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ വെരിഫൈ ചെയ്യുന്ന ഇക്വേഷൻ. ഇതിൻ്റെ RHSൽ A ട്രാൻസ്പോസ് + B ട്രാൻസ്പോസ്. ഞാൻ ആദ്യം തന്നെ A ട്രാൻസ്പോസ് എടുത്തു. A ട്രാൻസ്പോസ്. അപ്പോൾ നമ്മുടെ A നോക്കുക, ഇതാണ് A. ഇതിൻ്റെ ട്രാൻസ്പോസ് എഴുതുക എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളത്തിലാക്കി എഴുതുക, സെക്കൻഡ് റോനെ സെക്കൻഡ് കോളത്തിലാക്കി എഴുതുക. അപ്പോൾ നമ്മുടെ A ട്രാൻസ്പോസ് വരിക 3 √3 2. അതുപോലെ 4 2 0. അതുപോലെ B ട്രാൻസ്പോസ് എഴുതുക. ഇവിടെ നമുക്ക് B കിടക്കുന്നുണ്ട്, ഇതിൻ്റെ ട്രാൻസ്പോസ് ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളത്തിലാക്കി എഴുതുക. അപ്പോൾ 2 - 1 2. അതുപോലെ 1 2 4. ഇങ്ങനെ നമുക്ക് B ട്രാൻസ്പോസ് കിട്ടി. ഇനി ഈ A ട്രാൻസ്പോസും ഈ B ട്രാൻസ്പോസും കൂടി ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കുക. അപ്പോൾ ഇനി RHSൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് നോക്കുമ്പോൾ A ട്രാൻസ്പോസ് + B ട്രാൻസ്പോസ് ഒന്ന് കൂട്ടി നോക്കാം ഈ രണ്ട് പേരെയും തമ്മിൽ. അപ്പോൾ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യുക. ഫസ്റ്റ് കിടക്കുന്നത് 3 2. അപ്പോൾ 3 2 കൂട്ടിക്കഴിഞ്ഞാൽ 5. അതുപോലെ 4 1 കൂട്ടിക്കഴിഞ്ഞാലും 5. √3 - 1 കൂട്ടിയാൽ √3 - 1. 2 2 കൂട്ടിയാൽ 4. ഇവിടെയും 4, ഇതും 4. ഇങ്ങനെയാണ് നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെ ആൻസർ കിട്ടുന്നത്. ഇതാണ് നമ്മുടെ RHSൻ്റെ ആൻസർ കിട്ടുന്നത്. നമുക്ക് LHSലെ ആൻസർ കിട്ടിയത് നോക്കുക, RHSലെ ആൻസർ കിട്ടിയത് നോക്കുക. LHSൽ കിട്ടിയതും RHSൽ കിട്ടിയതും സെയിം ആൻസർ. അപ്പോൾ നമുക്ക് പറയാം ഹെൻസ് ഇവിടെ LHS = RHS, LHS = RHS, ഹെൻസ് വെരിഫൈഡ്, ഹെൻസ് വെരിഫൈഡ്. ഇതാണ് ഇത്തരത്തിൽ വെരിഫൈ ചെയ്യാനുള്ള ഒരു പ്രോബ്ലം ചെയ്യാനുള്ള ഏറ്റവും നല്ല സ്റ്റെപ്പ്. പിന്നെ നിങ്ങൾ ഭാവിയിലായാലും ഏത് ചാപ്റ്ററിലായിക്കോട്ടെ വെരിഫൈ എന്ന് പറഞ്ഞ് മാത്തമാറ്റിക്സിൽ ഒരു പ്രോബ്ലം കണ്ടാൽ നമ്മളെപ്പോഴും വെരിഫൈ ചെയ്യേണ്ട ഇക്വേഷൻ എന്താണോ അതിൻ്റെ LHS എടുക്കുക, അതിൻ്റെ എക്സ്പാൻഷൻ കണ്ടുപിടിക്കുക. RHS എടുക്കുക, അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. രണ്ട് സെയിം ആണോ എന്ന് നോക്കുക. സെയിം ആണെങ്കിൽ ഹെൻസ് വെരിഫൈഡ്, പരിപാടി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പ്രോപ്പർട്ടി വെരിഫൈ ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് തേർഡ് ക്വസ്റ്റ്യനിലേക്കാണ് ഇനി വരാനുള്ളത്. ഇനി നമുക്ക് തേർഡ് സബ് ക്വസ്റ്റ്യൻ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് തേർഡ് സബ് ക്വസ്റ്റ്യനിൽ നമുക്ക് തെളിയിക്കേണ്ടത് KB ഓൾ ട്രാൻസ്പോസ് = K × B ട്രാൻസ്പോസ് എന്നാണ് തെളിയിക്കേണ്ടത്. അതിൽ K എന്ന് പറഞ്ഞാൽ ഏതോ ഒരു കോൺസ്റ്റൻറ്റ് കേട്ടോ. അപ്പോൾ ഇത് K എന്ന് തന്നെ കിടന്നോട്ടെ, ചിലപ്പോൾ 1 ആവാം 2 ആവാം 3 ആവാം, അങ്ങനെ ഏതോ ഒരു കോൺസ്റ്റൻ്റ് ആണ് K. ഇത് നമുക്കൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ LHSഉം RHSഉം എടുത്തിട്ട് തന്നെ ചെയ്യാം, അതായിരിക്കും സേഫ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ LHS എടുത്തു, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുത്തു LHS. ഇതാണ് നമ്മുടെ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡ്. അപ്പോൾ അതിനകത്തേക്ക് ആദ്യം KB കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം തന്നെ KB എടുത്തു. KB എന്ന് പറഞ്ഞാൽ K × B. ഇവിടെയാണെങ്കിൽ K × B പറഞ്ഞാൽ 2 - 1 2 4 2 0. ഇനി നേരെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് അറിയാവുന്നതാണ്. K കൊണ്ട് ഈ മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ K കൊണ്ട് ഇതിലുള്ള ഓരോ എലമെൻസിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് 2K, ഇവിടെ -1K, അതിനെ നമുക്ക് വേണമെങ്കിൽ എളുപ്പത്തിൽ -K എന്ന് എഴുതാം.
ഇതാണെങ്കിൽ 2k, ഇതുപോലെ താഴെ 4k, 2k, 0 × k എന്ന് പറഞ്ഞാൽ 0k എന്ന് വെച്ചാൽ 0 തന്നെ. 0 കൊണ്ട് ആരെ മൾട്ടിപ്ലൈ ചെയ്താലും ഉത്തരം 0 തന്നെയാണല്ലോ. ഇതാണ് KB എന്ന് പറഞ്ഞ് കിട്ടുക. ദെൻ നമുക്ക് അതിൻ്റെ ട്രാൻസ്പോസ് ഒന്ന് എടുത്ത് നോക്കാം. സോ KB ട്രാൻസ്പോസ്, KB ഓൾ ട്രാൻസ്പോസ്, ഈ മെട്രിക്സ് ആണ് KB, ഇതിൻ്റെ ട്രാൻസ്പോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളാക്കി എഴുതുക. അപ്പോൾ 2k -k 2k, 4k 2k 0. ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളാക്കി എഴുതി, സെക്കൻഡ് റോനെ സെക്കൻഡ് കോളാക്കി എഴുതി. അപ്പോൾ ഇതാണ് നമ്മുടെ LHSൻ്റെ ആൻസർ. ലെഫ്റ്റ് സൈഡിൻ്റെ ആൻസർ കിട്ടി. ഇനി നമുക്ക് റൈറ്റ് സൈഡ് നോക്കാം. അപ്പോൾ RHS എന്ന് കൊടുത്തു, റൈറ്റ് സൈഡിൻ്റെ ആൻസർ നോക്കാം. അപ്പോൾ റൈറ്റ് സൈഡിൽ K × B ട്രാൻസ്പോസ്. നമ്മൾ ആദ്യം തന്നെ B ട്രാൻസ്പോസ് എഴുതുക. അപ്പോൾ B ട്രാൻസ്പോസ് എഴുതി. B ട്രാൻസ്പോസ് ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളാക്കി എഴുതി, ദെൻ K × B ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ K × B ട്രാൻസ്പോസ്, K × ഈ മെട്രിക്സ് വെച്ച് കഴിഞ്ഞാൽ 2 4 -1 2 2 0 ദാറ്റ് ഈസ് ഈക്വൽ ടു K കൊണ്ട് ഈ മെട്രിക്സിനെ ഗുണിക്കുക. ഓരോ എലമെൻറ്റിനായിട്ട് ഗുണിക്കുക. 2k, 4നെ K കൊണ്ട് ഗുണിച്ചാൽ 4k, ഇവിടെ -k, ഇതിൽ 2k, താഴെ 2k, Kനെ 0 കൊണ്ട് ഗുണിച്ചാൽ 0 തന്നെ. നമുക്ക് RHSൻ്റെ ആൻസറും കിട്ടി. ഇനി നോക്കിയേ, LHSന് കിട്ടിയ ഉത്തരവും RHSന് കിട്ടിയ ഉത്തരവും സെയിം തന്നെയാണോ നോക്ക്. LHSന് കിട്ടിയതും RHSന് കിട്ടിയതും രണ്ട് സെയിം മെട്രിക്സുകളാണ്. സോ നമുക്ക് പറയാം ഹിയർ LHS ഈക്വൽ ടു RHS, ഹിയർ LHS ഈക്വൽ ടു RHS, ഹെൻസ് വെരിഫൈഡ്, ഹെൻസ് വെരിഫൈഡ്. ഇതാണ് ഏതൊരു പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ ഏതൊരു ഇക്വേഷൻ തന്നിട്ട് അത് വെരിഫൈ ചെയ്യാൻ പറഞ്ഞാലും നമ്മൾ ചെയ്യേണ്ട ഒരു രീതി. എളുപ്പമാണ്, സ്റ്റാൻഡേർഡുമാണ്. ഓക്കെ, പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ സെയിം, അതായത് കറക്റ്റാണ്, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കറക്റ്റാണ്, അപ്പോൾ ഇക്വേഷനും കറക്റ്റാണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത നമുക്കിപ്പോൾ ഓൾറെഡി 3 പ്രോപ്പർട്ടീസ് നമ്മൾ നൈസായിട്ട് വെരിഫൈ ചെയ്തു. ഇനി നമുക്ക് അതിൽ 4മതൊരു പ്രോപ്പർട്ടി കൂടി നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇനി അത് നമുക്കൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് നമുക്ക് പ്രോപ്പർട്ടി കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കണതിൽ നല്ലതൊരു എക്സാമ്പിൾ വെച്ചിട്ട് വിശ്വസിക്കണതല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെയും ഒരു എക്സാമ്പിൾ ഒന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ A എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിരിക്കുന്നു, 3 റോയും ഒരു കോളം ഉള്ള ഒരു 3/1 മെട്രിക്സ്. പക്ഷേ വേണമെങ്കിൽ ഇതിനെ കോളം മെട്രിക്സ് എന്ന് പറയാം. B എന്ന് പറഞ്ഞൊരു റോ മെട്രിക്സ് തന്നിരിക്കുന്നു. നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത് AB ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു B ട്രാൻസ്പോസ് ഇൻറ്റു A ട്രാൻസ്പോസ്. ഇതാണ് നമുക്കിനി അടുത്തത് വെരിഫൈ ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വെരിഫൈ ആണോ ഫസ്റ്റ് സ്റ്റെപ്പിൽ LHS എടുക്കുക, ദെൻ RHS എടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ LHS വെച്ച് തുടങ്ങാം. നമുക്ക് ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിൻ്റെ ആൻസർ എന്താണ് കിട്ടുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം എയും ബിയും തന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് AB കണ്ടുപിടിക്കാം. അപ്പോൾ AB എന്ന് പറഞ്ഞാൽ A × B. നമുക്ക് തന്നിരിക്കുന്ന A എന്ന് പറയുന്ന മെട്രിക്സും B എന്ന് പറയുന്ന മെട്രിക്സും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ A എന്ന് പറഞ്ഞാൽ -2 4 5 ഇൻറ്റു B എന്ന് പറഞ്ഞാൽ 1 3 -6. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെയുള്ള ഫസ്റ്റ് റോ എടുക്കുക, അപ്പുറത്തെ ഫസ്റ്റ് കോളമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടുത്തെ ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഒരു എലമെൻറ്റേ ഉള്ളൂ. അപ്പോൾ ആദ്യം -2 × 1 -2, ദെൻ -2 × 3 -6, -2 × -6 വെറും 12. രണ്ട് മൈനസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ പോസിറ്റീവായി പോകും. ഇതുപോലെ 4 × 1 4, 4 × 3 12, -24, 5 15 -30. ഇങ്ങനെ നമുക്ക് A × B അഥവാ ABയുടെ ആൻസർ കിട്ടി. നമുക്ക് വേണ്ടത് AB ഓൾ ട്രാൻസ്പോസ് വേണം. അപ്പോൾ നേരെ അടുത്ത സ്റ്റെപ്പിൽ AB ട്രാൻസ്പോസ് എഴുതാം. AB എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എഴുതാം. അപ്പോൾ ഇവിടെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളാക്കി എഴുതുക. അപ്പോൾ -2 -6 12, പോലെ സെക്കൻഡ് റോനെ സെക്കൻഡ് കോളാക്കി എഴുതി. 4 12 -24, തേർഡ് റോനെ തേർഡ് കോളാക്കി എഴുതി. 5
15 മൈനസ് 30. ഇതാണ് നമുക്ക് കിട്ടുന്ന എ ബി ട്രാൻസ്പോസ്, നമ്മുടെ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിൻ്റെ ആൻസർ. ഇതാണ് നമ്മുടെ എൽ എച്ച് എസിൻ്റെ ആൻസർ. ഇനി നമുക്ക് അടുത്തത് ആർ എച്ച് എസ് നോക്കി നോക്കാം. ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എങ്ങനെയാണ് ഇരിക്കുക എന്ന് അടുത്തത് നോക്കാം. ആർ എച്ച് എസ്. അപ്പോൾ ആർ എച്ച് എസിന് വേണ്ടത് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. നമ്മൾ ആദ്യം ബി ട്രാൻസ്പോസ് എഴുതാം. അപ്പോൾ ഇവിടെ ബി എന്ന് പറയുന്നത് ഇദ്ദേഹമാണ്. ബി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ഈ റോനെ കോളാക്കി എഴുതുക. അപ്പോൾ 1 3 മൈനസ് 6 ഇതാണ് ബി ട്രാൻസ്പോസ്. ഇതുപോലെ എ ട്രാൻസ്പോസ് നോക്കാം. അപ്പോൾ എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കോളം മെട്രിക്സ്. അപ്പോൾ ഇതിൻ്റെ എ എന്ന് പറഞ്ഞാൽ ഒരു കോളം മെട്രിക്സ് ആണ്. അപ്പോൾ അതിൻ്റെ ട്രാൻസ്പോസ് എഴുതുമ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് ഒരു കോളം ഉള്ളൂ, ആ കോളത്തിനെ റോ ആക്കി എഴുതുക. സോ -2 4 5. ഇനി നമുക്ക് വേണ്ടത് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. ഈ രണ്ടുപേരെയും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. ജസ്റ്റ് നമ്മൾ ആൾക്കാരെ ഒന്ന് എഴുതി വെച്ചു. 1 3 മൈനസ് 6 ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ -2 4 5. ഇനി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളത്തിനെ. സോ 1 ഇൻറ്റു -2 -2, 1 ഇൻറ്റു 4 4, 1 ഇൻറ്റു 5 5, 3 ഇൻറ്റു -2 -6, 3 ഇൻറ്റു 4 12, 3 ഇൻറ്റു 5 15, -6 ഇൻറ്റു -2 12, -6 ഇൻറ്റു 4 -24, -6 ഇൻറ്റു 5 -30. ഇങ്ങനെയാണ് നമുക്ക് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് കിട്ടണത്. ഇപ്പോൾ എൽ എച്ച് എസിൻ്റെ ആൻസർ നമുക്ക് കിട്ടി, ആർ എച്ച് എസിൻ്റെ ആൻസറും കിട്ടി. രണ്ടും ഒന്ന് നോക്കിയേ. എൽ എച്ച് എസും ആർ എച്ച് എസും സെയിം തന്നെയല്ലേ കിട്ടിയേക്കണേ? നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറയാം. ദെർഫോർ എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ്, ഹെൻസ് വെരിഫൈഡ്. ഇപ്പം നമ്മൾ നാലാമത്തെ പ്രോപ്പർട്ടി വെരിഫൈ ചെയ്തു. ഇനി നിങ്ങൾ കട്ടയ്ക്ക് വിശ്വസിച്ചോ, 4 പ്രോപ്പർട്ടീസും ഏത് മെട്രിക്സുകൾക്കും കറക്റ്റാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിരിക്കുന്നു, ബി എന്ന് പറയുന്ന സെയിം ഓർഡറുള്ള വേറൊരു മെട്രിക്സ് തന്നിരിക്കുന്നു. എന്നിട്ട് നമ്മളോട് ദെൻ വെരിഫൈ ദാറ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. ഇത് വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് എ മൈനസ് ബി ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് മൈനസ് ബി ട്രാൻസ്പോസ്. നമ്മൾ ഓൾറെഡി വെരിഫൈ ചെയ്തതാണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടി ഒന്ന് ചെയ്ത് കാണിക്കാം. അപ്പോൾ വെരിഫൈ ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത്തരത്തിലൊരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ അതിൻ്റെ എൽ എച്ച് എസ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടുത്തെ എൽ എച്ച് എസ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് ആണ്. സോ നമ്മൾ ആദ്യം എ പ്ലസ് ബി എടുക്കുക. എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് മെട്രിക്സും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ഈ രണ്ട് മെട്രിക്സും ആഡ് ചെയ്യുമ്പോൾ -1 പ്ലസ് -4 -5 എന്ന് കിട്ടി. 2 പ്ലസ് 1 3 എന്ന് കിട്ടി. 3 പ്ലസ് 5 8, 5 പ്ലസ് 1 6, 7 പ്ലസ് 2 9, 9 പ്ലസ് 0 9, -2 പ്ലസ് 1 -1, 1 പ്ലസ് 3 4, 1 പ്ലസ് 1 2. ഇതാണ് നമ്മുടെ എ പ്ലസ് ബി വരിക. ദെൻ എ പ്ലസ് ബി ട്രാൻസ്പോസ് എടുക്കുക. ഇപ്പോൾ കിട്ടിയ എ പ്ലസ് ബിയുടെ ട്രാൻസ്പോസ് എടുക്കുക. അപ്പോൾ ഈ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക എന്ന് പറയുമ്പോൾ ഇതിൽ റോയിൽ കിടക്കണതിനൊക്കെ കോളാക്കി എഴുതുക. അപ്പോൾ -5 3 2 ഫസ്റ്റ് റോനെ അതുപോലെ തന്നെ ഫസ്റ്റ് കോളാക്കി, അതുപോലെ സെക്കൻഡ് റോനെ സെക്കൻഡ് കോളാക്കി എഴുതുക. 6 9 9, -1 4 2. ഇതാണ് നമ്മുടെ എൽ എച്ച് എസിൽ കിടക്കുന്ന എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസിൻ്റെ ആൻസർ. എൽ എച്ച് എസ് ഓക്കെ. ഇനി അടുത്തത് നമുക്ക് ആർ എച്ച് എസ് നോക്കാം. റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കി നോക്കാം. അപ്പോൾ ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ആണ്. നമുക്ക് ആദ്യം എ ട്രാൻസ്പോസ് എടുക്കാം. ഇതാണ് എ. അപ്പോൾ എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളത്തിൽ എഴുതി, സെക്കൻഡ് റോനെ സെക്കൻഡ് കോളത്തിൽ എഴുതി, തേർഡ് റോനെ തേർഡ് കോളത്തിൽ എഴുതി. എ ട്രാൻസ്പോസ് സെറ്റ്. ദെൻ ബി ട്രാൻസ്പോസ് എഴുതുക. ഇതാണ് ബി, അതിൻ്റെ ട്രാൻസ്പോസ്. അപ്പോൾ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളത്തിലാക്കി -4 1
5. Second row 1 2 0 1 3 1 ബി ട്രാൻസ്പോസും കിട്ടി. ഇനി നമുക്ക് ജസ്റ്റ് എ പ്ലസ് ബി ട്രാൻസ്പോസ് നോക്കി നോക്കുക. അപ്പോൾ എ പ്ലസ് ബി ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ എ പ്ലസ് ബി ട്രാൻസ്പോസ് ഈക്വൽ ടു അല്ലെങ്കിൽ എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ഈക്വൽ ടു ഈ രണ്ട് മെട്രിക്സുകളെയും തമ്മിൽ ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ആഡ് ചെയ്യുക. -1 -4 ആഡ് ചെയ്താൽ -5, 5ഉം 1ഉം ആഡ് ചെയ്താൽ 6 എന്ന് കിട്ടി. അതുപോലെ -2ഉം -1ഉം ആഡ് -2ഉം 1ഉം ആഡ് ചെയ്താൽ -1 എന്ന് കിട്ടി. ഇതുപോലെ 2ഉം 1ഉം ആഡ് ചെയ്തു 3 എന്ന് കിട്ടി. ദെൻ 7ഉം 2ഉം ആഡ് ചെയ്തു 9 എന്ന് കിട്ടി. 1ഉം 3ഉം ആഡ് ചെയ്തു 4 എന്ന് കിട്ടി. അതുപോലെ 3ഉം 5ഉം ആഡ് ചെയ്തു 8 കിട്ടി. 9ഉം 0 9 തന്നെ. 1ഉം 1ഉം 2 എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസിൻ്റെ ആൻസർ വരിക. ഇപ്പോൾ നോക്കിയേ, എൽ എച്ച് എസിൻ്റെ ആൻസർ നമുക്ക് കിട്ടി, ആർ എച്ച് എസിൻ്റെ ആൻസറും കിട്ടി. രണ്ടും നോക്കി നോക്കിയേ, എൽ എച്ച് എസും ആർ എച്ച് എസും സെയിം തന്നെയാണ്. സോ ഹിയർ എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ്, ഹെൻസ് വെരിഫൈഡ്. പരിപാടി കഴിഞ്ഞു. അപ്പം ഇങ്ങനെ നമ്മൾ എ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് വെരിഫൈ ചെയ്തു. ഇതുപോലെ ഇനി നമുക്ക് ബി ക്വസ്റ്റ്യനിലേക്ക് വരാം. ഈ ബി ക്വസ്റ്റ്യൻ വെരിഫൈ ചെയ്ത് നോക്കാം. സെയിം മെത്തേഡ് തന്നെ. ആദ്യം എൽ എച്ച് എസ് എടുക്കുക. അപ്പോൾ എൽ എച്ച് എസ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമുക്ക് എ മൈനസ് ബി എടുക്കാം. അപ്പോൾ എ മൈനസ് ബി നോക്കുക. എ മൈനസ് ബി ഈക്വൽ ടു എയും ബിയും തമ്മിൽ കുറയ്ക്കുക. -1 -4 വെച്ചാൽ -1 + 4 എന്ന് വരും. അതായത് 3 എന്ന് കിട്ടി. ഇനി 2 - 1 1 എന്ന് കിട്ടി. 3 - 5 -2 എന്ന് കിട്ടി. 5 - 1 4. അതുപോലെ 7 - 2 5. 9 - 0 9. -2 - 1 -3. 1 - 3 -2. 1 - 1 0. ഇത്തരത്തിൽ നമുക്ക് എ മൈനസ് ബി കിട്ടി. ദെൻ എ മൈനസ് ബിയുടെ ട്രാൻസ്പോസ് എടുക്കുക. അപ്പോൾ എ മൈനസ് ബി ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളാക്കി എഴുതി. അപ്പോൾ 3 1 -2 4 5 9. അതുപോലെ -3 -2 0. ഇങ്ങനെ നമുക്ക് എ മൈനസ് ബി ട്രാൻസ്പോസ് കിട്ടി. അതായത് ഇതിൻ്റെ എൽ എച്ച് എസ് പക്കയാക്കി. ഇനി നമുക്ക് ആർ എച്ച് എസ് ചെയ്ത് നോക്കാം. അപ്പോൾ ആർ എച്ച് എസ് എന്ന് പറയുമ്പോൾ എ ട്രാൻസ്പോസ് വേണം, ബി ട്രാൻസ്പോസ് വേണം, അതിനെ മൈനസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മൾ എ ട്രാൻസ്പോസ് കണ്ടിട്ടുണ്ട്, ബി ട്രാൻസ്പോസും കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് അത് തമ്മിലൊന്ന് സബ്സ്ട്രാക്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഇതാണ് എ ട്രാൻസ്പോസ്, ഇതാണ് ബി ട്രാൻസ്പോസ്. അത് തമ്മിൽ സബ്സ്ട്രാക്റ്റ് ചെയ്യാം. ഇപ്പോൾ -1 -4 എന്ന് വെച്ച് കഴിഞ്ഞാൽ -1 + 4 എന്ന് വരും. അതായത് 3 എന്ന് കിട്ടും. ഇതുപോലെ 5 - 1 എന്ന് വെച്ചാൽ 4 എന്ന് കിട്ടി. ദെൻ -2 - 1 -3 എന്ന് കിട്ടി. 2 - 1 1 എന്ന് കിട്ടി. അതുപോലെ 7 - 2 5 എന്ന് കിട്ടി. പിന്നെ 1 - 3 -2 എന്ന് കിട്ടി. അതുപോലെ 3 - 5 വെച്ചാൽ -2. അതുപോലെ 9 - 0 9 തന്നെ. 1 - 1 0. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആർ എച്ച് എസിൻ്റെ ആൻസർ കിട്ടുക. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെരിഫൈ ചെയ്തപ്പോൾ എൽ എച്ച് എസിന് കിട്ടിയ ആൻസറും ആർ എച്ച് എസിന് കിട്ടിയ ആൻസറും കമ്പയർ ചെയ്ത് നോക്കുക. എൽ എച്ച് എസിൻ്റെ ആൻസർ തന്നെയാണ് ആർ എച്ച് എസിനും കിട്ടിയേക്കുന്നത്. സോ നമുക്ക് പറയാം എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ്, ഹെൻസ് വെരിഫൈഡ്. ഈ രൂപത്തിലാണ് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ വെരിഫൈ ചെയ്തെടുക്കുക. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഒരു എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എ ട്രാൻസ്പോസ് തന്നിരിക്കുന്നു, എ അല്ല എ ട്രാൻസ്പോസ് തന്നിരിക്കുന്നു. അതുപോലെ ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിരിക്കുന്നു. രണ്ടും 2/2 മെട്രിക്സുകളാണ്. നമ്മളോട് ചോദിച്ചേക്കുന്നത് ഫൈൻഡ് എ പ്ലസ് 2b ഓൾ ട്രാൻസ്പോസ്. ഇതാണ് ക്വസ്റ്റ്യൻ. എ ട്രാൻസ്പോസ് തന്നു, ബി തന്നു, എന്നിട്ട് എ പ്ലസ് 2b ഓൾ ട്രാൻസ്പോസ് കാണാൻ പറഞ്ഞേക്കും. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇവിടുന്ന് തുടങ്ങി.
A+2B ഓൾ ട്രാൻസ്പോസ് ചെയ്ത് തുടങ്ങി. നമ്മൾ പഠിച്ച പ്രോപ്പർട്ടീസൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. നമ്മൾ A+B ഓൾ ട്രാൻസ്പോസ് എന്നാണെങ്കിൽ നമ്മളതിനെ A ട്രാൻസ്പോസ് പ്ലസ് B ട്രാൻസ്പോസ് എന്ന് എഴുതില്ലേ, അതേപോലെ ഇവിടെ നമുക്ക് ഇതിനെ A ട്രാൻസ്പോസ് പ്ലസ് 2B ഓൾ ട്രാൻസ്പോസ് എന്ന് എഴുതാം. ബൈ നമ്മൾ പഠിച്ച ആ ഒരു A+B ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു A ട്രാൻസ്പോസ് പ്ലസ് B ട്രാൻസ്പോസ് എന്ന ഐഡിയ അത് യൂസ് ചെയ്ത് നമുക്കിതിനെ ആദ്യം തന്നെ ഇങ്ങനെ എടുത്ത് എഴുതി. ഇനി ഇതിൽ അടുത്തൊരു പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. A ട്രാൻസ്പോസ് അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നു, പ്ലസ് 2 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്കേലാർ, അല്ലെങ്കിൽ ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. 2 ഇസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ 2B ഓൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു B ട്രാൻസ്പോസ്. നമ്മൾ KB ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു K ഇൻറ്റു B ട്രാൻസ്പോസ് എന്ന് പഠിച്ചിട്ടുണ്ട് ഒരു പ്രോപ്പർട്ടി ആയിട്ട്. ഇത് ആ പ്രോപ്പർട്ടി യൂസ് ചെയ്തു ഇങ്ങനെ എഴുതി. ഇനി നമുക്ക് പണി എളുപ്പമായി. A ട്രാൻസ്പോസിൻ്റെ സ്ഥാനത്ത് നമുക്ക് തന്നിട്ടുണ്ട് -2 3 1 2, ഇതാണ് നമ്മുടെ A ട്രാൻസ്പോസ്, പ്ലസ് 2 ഇൻറ്റു B നമുക്ക് തന്നിട്ടുണ്ട്. സോ നമ്മൾ B ട്രാൻസ്പോസ് എഴുതുക. അതായത് ഇതിലെ ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളാക്കി എഴുതി, സെക്കൻഡ് റോനെ സെക്കൻഡ് കോളാക്കി എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പിൽ A അതുപോലെ തന്നെ എഴുതുക, അതിൽ മാറ്റമൊന്നുമില്ല. അല്ലെങ്കിൽ A ട്രാൻസ്പോസ് അതുപോലെ തന്നെ എഴുതുക, അതിൽ നോ ചേഞ്ച്, പ്ലസ് ഈ 2 കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അതായത് -2 2 0 4 രണ്ടും കൂടി ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ -2 കൂട്ടിക്കഴിഞ്ഞാൽ -4, 3 + 2 5, 1 + 0 1, 2 + 4 6. ഇതാണ് നമ്മുടെ A+2B ഓൾ ട്രാൻസ്പോസിൻ്റെ ആൻസർ. ഓക്കെ, ഇനി ഇതുപോലെ നമുക്ക് അടുത്ത ഒരു പ്രോബ്ലത്തിലേക്ക് പോവാം. ഒരു 6th ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കോസ് ആൽഫ സൈൻ ആൽഫ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ അങ്ങനെ പറഞ്ഞ് ഒരു 2/2 മെട്രിക്സ് നമുക്ക് തന്നിരിക്കുന്നു. എന്നിട്ട് വെരിഫൈ ദാറ്റ് A ട്രാൻസ്പോസ് ഇൻറ്റു A ഈക്വൽ ടു I എന്നാണ് പറഞ്ഞേക്കുന്നത്. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി മെട്രിക്സ്. അപ്പോൾ ഇതൊരു ഇക്വേഷൻ തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ജസ്റ്റ് ഐഡൻറ്റിറ്റി മെട്രിക്സ് മാത്രമേ ഉള്ളൂ. സോ ഇതിനെ LHS RHS എന്ന് പറഞ്ഞ് എടുക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ സിമ്പിളായിട്ട് ചെയ്യാം. സോ നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ A ട്രാൻസ്പോസ് ഇൻറ്റു A, അവിടുന്ന് നമ്മൾ തുടങ്ങി. A ട്രാൻസ്പോസ് ഇൻറ്റു A. അപ്പോൾ ആദ്യം നമുക്ക് A ട്രാൻസ്പോസ് ഒന്ന് എഴുതി നോക്കാം. ഇവിടെ A തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്പോസ് എങ്ങനെയാണ് വരിക? ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളാക്കി എഴുതി. അപ്പോൾ കോസ് ആൽഫ, ഇവിടെ സൈൻ ആൽഫ, ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളാക്കി എഴുതി. ഇനി സെക്കൻഡ് റോനെ സെക്കൻഡ് കോളാക്കി എഴുതി. അപ്പോൾ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ. ഇതാണ് നമ്മുടെ A ട്രാൻസ്പോസ് വരിക ഇൻറ്റു A. ഇപ്പം A എന്ന് പറയുമ്പോൾ കോസ് ആൽഫ നമുക്കിത് വേണമെങ്കിൽ ഒന്ന് താഴെയായിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് വേണ്ടത് A ട്രാൻസ്പോസ് ഇൻറ്റു A ആണ്. സോ ആദ്യം നമ്മൾ A ട്രാൻസ്പോസ് എടുത്ത് എഴുതി. ഇതാണ് നമ്മുടെ A എന്ന് പറയുന്ന മെട്രിക്സ്, അതിൻ്റെ ട്രാൻസ്പോസ് എടുത്ത് എഴുതി. അപ്പോൾ ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളാക്കി എഴുതുക. കോസ് ആൽഫ സൈൻ ആൽഫ ഫസ്റ്റ് കോളാക്കി എഴുതി. സെക്കൻഡ് റോനെ സെക്കൻഡ് കോളാക്കി എഴുതുക. അപ്പോൾ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ. അപ്പോൾ A ട്രാൻസ്പോസ് സെറ്റ് ഇൻറ്റു A ആണ് വേണ്ടത്. A എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നേക്കുന്ന പോലെ തന്നെ എടുത്തെഴുതി. കോസ് ആൽഫ സൈൻ ആൽഫ, അതുപോലെ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ. അപ്പോൾ A ട്രാൻസ്പോസ് എഴുതി, ഇൻറ്റു Aയും എഴുതി. ഇനി നമുക്കിതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇവിടുത്തെ ഫസ്റ്റ് റോ എടുക്കുക, ഇവിടുത്തെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ വരിക കോസ് ആൽഫ ഇൻറ്റു കോസ് ആൽഫ ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് സ്ക്വയർ ആൽഫ പ്ലസ് ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ മൈനസ് മൈനസ് മൾട്ടിപ്ലൈ ചെയ്തത് പ്ലസ് ആയി. അപ്പോൾ സൈൻ ആൽഫയും സൈൻ സ്ക്വയർ ആൽഫ
ഇനി ഇതേപോലെ തന്നെ ഈ ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് കോസ് ആൽഫ സൈൻ ആൽഫ പ്ലസ് മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ എന്ന് വരും. അപ്പോൾ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ എന്ന് പറയുമ്പോൾ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ ഇങ്ങനെ കിട്ടി. ഇതുപോലെ അടുത്തത് ഇതേ പരിപാടി സെക്കൻഡ് റോ കൊണ്ട് ഫസ്റ്റ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് സൈൻ ആൽഫ കോസ് ആൽഫ മൈനസ് കോസ് ആൽഫ സൈൻ ആൽഫ എന്ന് കിട്ടും. ഇതുപോലെ ഇതുകൊണ്ട് സെക്കൻഡ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്താൽ സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ എന്ന് കിട്ടും. ഇനി ഓരോന്നിൻ്റെ വാല്യൂസ് ഒന്ന് നോക്കാം. ജസ്റ്റ് കോസ് സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്നതാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 1. നമ്മൾ കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് 1 എന്ന് പഠിച്ചതാണ്. അപ്പോൾ കോസ് സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ 1. ഇത് നോക്കിക്കേ, ഈ കിടക്കുന്ന ടേം ഫുള്ള് നോക്കുകയാണെങ്കിൽ ഇവിടെ കോസ് ആൽഫ സൈൻ ആൽഫ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ ഇത് തന്നെയാണ് ഈ കിടക്കുന്നത്. ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 0. സിമിലർലി ഇവിടെയും ഇത് സൈൻ ആൽഫ കോസ് ആൽഫ മൈനസ് കോസ് ആൽഫ സൈൻ ആൽഫ അതും 0. ഇതുപോലെ ഇവിടെ സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് എ ട്രാൻസ്പോസ് ഇൻറ്റു എ ചെയ്തപ്പോൾ 1001 എന്ന് കിട്ടി. എന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി മെട്രിക്സ്. അപ്പോൾ അത് ചെയ്തപ്പോൾ നമുക്ക് ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടി. ഇവിടുന്ന് നമ്മൾ ചെയ്തു തുടങ്ങി ഈ ഉത്തരത്തിലേക്ക് നമ്മളെത്തി. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ 6th ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിരിക്കുന്നു. ഈ മെട്രിക്സ് സിമ്മട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറയണത്. ഈ മെട്രിക്സ് ഒരു സിമ്മട്രിക് മെട്രിക്സ് ആണെന്ന് നമ്മളോട് കാണിക്കാനാണ് പറയണത്. അപ്പോൾ നമ്മൾ ഈ സിമ്മട്രിക് മെട്രിക്സിൻ്റെ ഡെഫിനിഷൻ ആലോചിക്കുക. എപ്പോഴാണ് ഒരു മെട്രിക്സിനെ സിമ്മട്രിക് എന്ന് വിളിക്കുക? നമ്മൾ പഠിച്ചിട്ടുണ്ട് എ സ്ക്വയർ മെട്രിക്സ് എ ഈസ് സെഡ് ടു ബി സിമ്മട്രിക് ഇഫ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ. അപ്പോൾ ഒരു മെട്രിക്സിനെ സിമ്മട്രിക് എന്ന് വിളിക്കണമെങ്കിൽ തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ആ മെട്രിക്സ് തന്നെ കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ സിമ്മട്രിക് എന്ന് വിളിക്കാം. അപ്പോൾ ഈ മെട്രിക്സ് സിമ്മട്രിക് ആണോ എന്നറിയാൻ ആദ്യം തന്നെ ഇതിൻ്റെ ട്രാൻസ്പോസ് എഴുതുക. ഈ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എഴുതുക. നമ്മളിവിടുത്തെ ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളാക്കി എഴുതിയിട്ടാണ്. അപ്പോൾ 1 - 1 5. ഫസ്റ്റ് റോനെ പിടിച്ചു, ഫസ്റ്റ് കോളത്തിൽ എഴുതി. സെക്കൻഡ് റോനെ പിടിക്കുക, സെക്കൻഡ് കോളായിട്ട് എഴുതുക. തേർഡ് റോനെ എടുക്കുക, തേർഡ് കോളായിട്ട് എഴുതുക. നമുക്ക് എ ട്രാൻസ്പോസ് കിട്ടി. ഇതിങ്ങനെ എഴുതി കഴിഞ്ഞതിന് ശേഷം ഇതും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഇവിടെ എയിൽ ഫസ്റ്റ് റോ 1 - 1 5. ഇവിടെ ഫസ്റ്റ് റോ 1 - 1 5. സെക്കൻഡ് റോ -1 2 1. ഇവിടെയും -1 2 1. തേർഡ് റോ 5 1 3. ഇവിടെയും 5 1 3. സോ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് എല്ലാം ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഹിയർ എ ഈക്വൽ ടു എ ട്രാൻസ്പോസ് അല്ലെങ്കിൽ എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ. Therefore, A is a symmetric matrix. ഇതുപോലെ ഒരു മെട്രിക്സ് തന്നിട്ട് സ്ക്യൂ സിമെട്രിക് ആണെന്ന് തെളിയിക്കാൻ പറഞ്ഞാലും നമുക്ക് ഇതേ ഐഡിയ, നമ്മൾ ജസ്റ്റ് അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക. ട്രാൻസ്പോസ് എടുക്കുമ്പോൾ സെയിം മെട്രിക്സ് തന്നെ ഉത്തരമായിട്ട് കിട്ടുകയാണെങ്കിൽ ഇത് സിമെട്രിക്. ഇനി ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ആദ്യത്തെ മെട്രിക്സിൻ്റെ നെഗറ്റീവ് കിട്ടുക എന്ന് വയ്ക്കുക. അപ്പോൾ അത് സ്ക്യൂ സിമെട്രിക് എന്ന് പറയും. ഓക്കെ, ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ആൻസർ. ജസ്റ്റ് രണ്ട് സ്റ്റെപ്പ്. ഇതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമുക്കിവിടെ എ എന്ന് പറയുന്ന ഒരു 3/3 മെട്രിക്സ് തന്നിരിക്കുന്നു. അതിൽ നിന്നും ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസും ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസും കാണാനാണ് പറയണത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എ ഓൾറെഡി തന്നിട്ടുണ്ട്. നേരെ എ ട്രാൻസ്പോസ് എഴുതുക. എ ട്രാൻസ്പോസ് ഈക്വൽ ടു ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളത്തിൽ എഴുതി. ഇപ്പോൾ 0 A B. സെക്കൻഡ് റോ സെക്കൻഡ് കോളാക്കി എഴുതി. തേർഡ് റോ തേർഡ് കോളാക്കി എഴുതി. അപ്പോൾ നമുക്ക് എ ട്രാൻസ്പോസ് കിട്ടി കേട്ടോ. ഇനി നമുക്ക് ആദ്യം എ പ്ലസ് എ ട്രാൻസ്പോസ് നോക്കി നോക്കാം. എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എയും എ ട്രാൻസ്പോസും കൂടെ കൂട്ടുക.
സീറോയും സീറോയും കൂട്ടി 0. എ പ്ലസ് മൈനസ് എയും മൈനസ് എയും കൂട്ടി 0. ബി പ്ലസ് മൈനസ് ബി 0. മൈനസ് എ പ്ലസ് എ 0. സി പ്ലസ് മൈനസ് സി 0. അപ്പം നമുക്ക് എ പ്ലസ് എ ട്രാൻസ്പോസിൻ്റെ ഉത്തരമായിട്ട് 0 മെട്രിക്സ് കിട്ടി. ദെൻ എ പ്ലസ് എ ട്രാൻസ്പോസ് 0 മെട്രിക്സ് ആണെങ്കിൽ ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാലും ഒരു ചേഞ്ചും ഇല്ല. 0 മെട്രിക്സിനെ ഹാഫ് കൊണ്ടെന്നല്ല, ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലും 0 മെട്രിക്സ് തന്നെ. അപ്പോൾ ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാലും എഗെയിൻ നമ്മുടെ 0 മെട്രിക്സ് തന്നെ. എല്ലാ എൻട്രീസും 0 ആയിട്ടുള്ള മെട്രിക്സ് തന്നെ. ഇതാണ് ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസിൻ്റെ ആൻസർ. ഇനി ഇതേപോലെ തന്നെ നമുക്ക് എ മൈനസ് എ ട്രാൻസ്പോസ് കാണാം. അപ്പോൾ എ മൈനസ് എ ട്രാൻസ്പോസ് കാണാൻ പോവുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ ഓൾറെഡി എ തന്നിട്ടുണ്ട്. ഇതാണ് എ, ഇതാണ് എ ട്രാൻസ്പോസ്. ഇവർ തമ്മിൽ കുറയ്ക്കുകയാണെങ്കിൽ 0 മൈനസ് 0 0 തന്നെ. ഇനി എ മൈനസ് മൈനസ് എ മൈനസ് മൈനസ് രണ്ട് മൈനസ് വന്നാൽ പ്ലസ് ആയി എ പ്ലസ് എ, അതായത് 2a. ഇതുപോലെ ബി മൈനസ് മൈനസ് ബി 2b. മൈനസ് എ മൈനസ് 2a. ഇതുപോലെ 0 മൈനസ് 0 0. സി മൈനസ് മൈനസ് സി 2c. അതുപോലെ മൈനസ് ബി മൈനസ് 2b. മൈനസ് സി മൈനസ് 2c. 0 മൈനസ് 0 0. ഈ രൂപത്തിൽ നമുക്ക് എ മൈനസ് എ ട്രാൻസ്പോസ് കിട്ടി. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ആവശ്യമുള്ള ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് കാണാം. ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് കണ്ടു നോക്കാം. എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ രണ്ട് ചിഹ്നം ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഡാഷും ഇടാം, ട്രാൻസ്പോസിൻ്റെ ചിഹ്നം ഇടാം, രണ്ടും ഒന്ന് തന്നെ കേട്ടോ. അപ്പോൾ ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് കിട്ടിയ എ മൈനസ് എ ട്രാൻസ്പോസിനെ ഫുള്ള് ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 0നെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 തന്നെ. 2a ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2ഉം ഹാഫിൽ 2ഉം ക്യാൻസൽ ചെയ്ത് പോയി എ. 2b ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ബി. മൈനസ് 2a മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് എ. 0 ഇവിടെ സി മൈനസ് ബി മൈനസ് സി 0. അതായത് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന എ തന്നെ കിട്ടി. അപ്പോൾ ഈ രൂപത്തിൽ ഒരു മെട്രിക്സ് തന്നു, അതിൽ നിന്നും ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസും കണ്ടുപിടിച്ചു, ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസും നമ്മൾ കണ്ടെത്തി. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലേക്കാണ് അടുത്ത് പോണത്. നമുക്ക് എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് തന്നേക്കണം. ഇതൊരു 2x2 മെട്രിക്സ് ആണ്. 1 5 6 7 അങ്ങനെ ഒരു എ എന്ന് പറയുന്ന ഒരു 2x2 മെട്രിക്സ് തന്നേക്കണം. ദെൻ വെരിഫൈ ദാറ്റ് എ ക്വസ്റ്റ്യൻ എ പ്ലസ് എ ട്രാൻസ്പോസ് ഈസ് എ സിമെട്രിക് മെട്രിക്സ്. അതുപോലെ ബി ക്വസ്റ്റ്യൻ എ മൈനസ് എ ട്രാൻസ്പോസ് ഈസ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. നമ്മൾ ഈ എ ക്വസ്റ്റ്യൻ നമ്മൾ പണ്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു തിയറം പറയുന്നതിൻ്റെ കൂടെ അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണ്ടത്, ഇവിടെ ഒരു എക്സാമ്പിൾ തന്നേക്കാണ്. എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് തന്നേക്കണു. അതിന് ഈ തിയറം അനുസരിക്കേണ്ടെന്ന് വെരിഫൈ ചെയ്താൽ മതി നമുക്ക്. അതുപോലെ ഈ രണ്ടാമത്തേലും എ മൈനസ് എ ട്രാൻസ്പോസ് സിമെട്രിക് ആണെന്ന് വെരിഫൈ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എ എടുത്തെഴുതി. നമ്മുടെ എ എന്ന് പറയുന്ന സ്ക്വയർ മെട്രിക്സ് എടുത്തെഴുതി. എ ഈക്വൽ ടു നമ്മുടെ മെട്രിക്സ് 1 5 6 7. അങ്ങനെയാണെങ്കിൽ നേരെ എ ട്രാൻസ്പോസ് എടുത്തെഴുതി. അപ്പോൾ ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളത്തിൽ എഴുതി, സെക്കൻഡ് റോനെ സെക്കൻഡ് കോളത്തിൽ എഴുതി. ഇനി നമുക്ക് എ പ്ലസ് എ ട്രാൻസ്പോസ് സിമെട്രിക് ആണെന്നാണ് വെരിഫൈ ചെയ്യേണ്ടത്. സോ നമ്മൾ ആദ്യം തന്നെ എ പ്ലസ് എ ട്രാൻസ്പോസ് കാണും. എ പ്ലസ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു, ഇത് തമ്മിൽ ആഡ് ചെയ്യും. 1ഉം 1ഉം കൂട്ടിയാൽ 2 ആണ്, 5ഉം 6ഉം കൂട്ടിയാൽ 11, 6ഉം 5ഉം 11, 7ഉം 7ഉം കൂട്ടിയാൽ 14. ഈ കിട്ടിയിരിക്കുന്ന മെട്രിക്സ് സിമെട്രിക് ആണെന്ന് വെരിഫൈ ചെയ്യണം. അപ്പോൾ സിമ്പിൾ. ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ഇതിൻ്റെ ട്രാൻസ്പോസ് എഴുതിയെന്ന് വിചാരിക്കുക. നമുക്ക് സിമെട്രിക് ആണോ എന്ന് അറിയാനായിട്ട് ഇതിൻ്റെ ട്രാൻസ്പോസ് എഴുതിയാൽ മതി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ട്രാൻസ്പോസ് എഴുതി കഴിഞ്ഞാൽ ജസ്റ്റ്
എ പ്ലസ് എ ട്രാൻസ്പോസിൻ്റെ നമുക്ക് കിട്ടിയ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എഴുതിയെന്ന് വെക്കുക. ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളാക്കി എഴുതി, സെക്കൻഡ് റോനെ സെക്കൻഡ് കോളാക്കി എഴുതി. അപ്പോൾ ഈ കിട്ടിയേക്കണ സാധനം നമ്മുടെ എ പ്ലസ് എ ട്രാൻസ്പോസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം, ഇത് കണ്ട എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ മെട്രിക്സ് എടുത്തു, അതിൻ്റെ ട്രാൻസ്പോസ് കണ്ടപ്പോൾ അത് തന്നെ ഉത്തരമായിട്ട് കിട്ടി. അതിൻ്റെ അർത്ഥം ഈ എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിമെട്രിക് മെട്രിക്സ്. നമുക്ക് ഈസി ആയിട്ടത് വെരിഫൈ ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ ഇറ്റ് ഈസ് എ സിമെട്രിക് മെട്രിക്സ്. ഇതുപോലെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എ മൈനസ് എ ട്രാൻസ്പോസ് സ്ക്യൂ സിമെട്രിക് ആണെന്ന് നോക്കാം. അപ്പോൾ അതൊന്ന് നമുക്ക് വെരിഫൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ നമ്മുടെ ലക്ഷ്യം എ മൈനസ് എ ട്രാൻസ്പോസ് സ്ക്യൂ സിമെട്രിക് ആണെന്ന് വെരിഫൈ ചെയ്യണം. അപ്പോൾ എ മൈനസ് എ ട്രാൻസ്പോസ് എടുത്തു. നമ്മളിവിടെ എയും എ ട്രാൻസ്പോസും ഒക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി എ മൈനസ് എ ട്രാൻസ്പോസ് എടുക്കാം. അപ്പോൾ 1 മൈനസ് 1 ഫസ്റ്റ് എൻട്രി ഈസ് 0. 5 മൈനസ് 6 ദാറ്റ് ഈസ് -1. ഇനി അടുത്തതാണെങ്കിൽ 6 മൈനസ് 5 1. ദെൻ 7 മൈനസ് 7 0. ഇതാണ് നമുക്ക് എ മൈനസ് എ ട്രാൻസ്പോസ് ആയിട്ട് കിട്ടുന്നത്. ഇത് സ്ക്യൂ സിമെട്രിക് ആണെന്നാണ് നമുക്ക് വെരിഫൈ ചെയ്തത്. സോ സ്ക്യൂ സിമെട്രിക് ആണെന്നായാലും സിമെട്രിക് ആണെന്നായാലും നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എഴുതുക. എ മൈനസ് എ ട്രാൻസ്പോസിൻ്റെ ട്രാൻസ്പോസ് എഴുതുക. ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളത്തിലാക്കി എഴുതി. ഇനി ഇത് തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കി. ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ 0, ഇവിടെയും 0. ഇവിടെ -1 ആർന്നത് ഇവിടെ വന്നപ്പോൾ വെറും 1 ആയി. ഇവിടെ 1 ആർന്നത് ഇവിടെ വന്നപ്പോൾ -1 ആയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണോ കിടക്കുന്നത് അതിൻ്റെ നെഗറ്റീവാണ് നമുക്ക് ഇവിടെ വന്നേക്കുന്നത്. അപ്പം നമുക്ക് പറയാം എ മൈനസ് എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസ്. Therefore നമുക്ക് പറയാം എ മൈനസ് എ ട്രാൻസ്പോസ് ഈസ് സ്ക്യൂ സിമെട്രിക്. ഈസ് സ്ക്യൂ സിമെട്രിക്. ഈസ് സ്ക്യൂ സിമെട്രിക് എന്ന് നമുക്ക് പറയാം. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും എ പ്ലസ് എ ട്രാൻസ്പോസ് സിമെട്രിക് ആണെന്ന് നമ്മൾ ആദ്യം തന്നെ പ്രൂവ് ചെയ്തു. ദെൻ എ മൈനസ് എ ട്രാൻസ്പോസ് സ്ക്യൂ സിമെട്രിക് ആണെന്ന് നമ്മൾ വെരിഫൈ ചെയ്തു. ഇനി അടുത്തത് നമ്മൾ ഓൾറെഡി എക്സാമ്പിളിൽ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എക്സാമ്പിളിൽ 3/3 മെട്രിക്സിനാണ് ചെയ്തത്. ഇവിടെ നമ്മൾ 2/2 ചെയ്യാൻ പോണത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ഇതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു, ഇവിടെ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ്, ഒരു സ്ക്വയർ മെട്രിക്സ് തന്നിരിക്കുന്നു. ഈ മെട്രിക്സിനെ ഒരു സിമെട്രിക് മെട്രിക്സിൻ്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെയും സമ്മായിട്ട് എഴുതണം. ഇതാണ് നമ്മുടെ ചോദ്യം. എന്ന് വെച്ചാൽ ഈ എ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന മെട്രിക്സിനെ ഒരു പി പ്ലസ് ക്യൂ എന്ന ഫോമിൽ എഴുതണം. അതിലെ പി എന്ന് പറയുന്നത് ഒരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കണം, ക്യൂ എന്ന് പറയുന്നത് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കണം. അപ്പോൾ അത് ചെയ്യാനുള്ള ഐഡിയ ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു. 3/3 മെട്രിക്സിന് പഠിച്ച അതേ ഐഡിയ തന്നെ ഇവിടെയും. അപ്പോൾ ഇതിലെ ഒന്നാമത്തെ ആൾ പി കണ്ടുപിടിക്കണമെങ്കിലുള്ള ഐഡിയ എന്താ വെച്ചാൽ പി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ്. അതുപോലെ ക്യൂ കണ്ടുപിടിക്കാനുള്ള ഐഡിയ എന്താ വെച്ചാൽ ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ്. അതൊക്കെ 3/3 മെട്രിക്സിന് ചെയ്ത അതേപോലെ തന്നെ. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ആൻസറിലേക്ക് ഒന്ന് വരാം. ഇവിടെ ഓൾറെഡി എ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എ ട്രാൻസ്പോസ് എടുത്ത് എഴുതുക. അപ്പോൾ എ തന്നിട്ടുണ്ട്, സോ എ ട്രാൻസ്പോസ് എടുത്ത് എഴുതുക. ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളത്തിൽ എഴുതി 3, 5. സെക്കൻഡ് റോനെ സെക്കൻഡ് കോളത്തിൽ എഴുതി, എ ട്രാൻസ്പോസ് കിട്ടി. ഇനി നമുക്ക് ആദ്യം പി കണ്ടുപിടിക്കാൻ പോവാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എ പ്ലസ് എ ട്രാൻസ്പോസ് എടുക്കുക. എ പ്ലസ് എ ട്രാൻസ്പോസ്, ഇതാണ് നമ്മുടെ എ, ഇതാണ് നമ്മുടെ എ ട്രാൻസ്പോസ്. രണ്ടും കൂടി കൂട്ടുക. അപ്പോൾ 3 + 3 6, 5 + 1 6, 1 + 5 again 6, -1 + -1,
-2. ഇങ്ങനെ നമുക്ക് A + A ട്രാൻസ്പോസ് കിട്ടി. ദെൻ ഹാഫ് ഇൻറ്റു A + A ട്രാൻസ്പോസ് ചെയ്ത്, ഹാഫ് ഇൻറ്റു A + A ട്രാൻസ്പോസ് ചെയ്ത്. ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന ഈ മെട്രിക്സിനെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഓരോ ടേമിനെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 6നെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3 ആയി. 6നെ പകുതി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അല്ലെങ്കിൽ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3 ആയി. ഇവിടെയും 3, ഇവിടെ -1. നമുക്ക് ഇത്തരത്തിൽ സിമെട്രിക് മെട്രിക്സ് ഓക്കെ, അതായത് നമ്മുടെ പി ഓക്കെ. ഇതാണ് നമുക്ക് വേണ്ട സിമെട്രിക് മെട്രിക്സ് അഥവാ പി. ഇത് നമ്മൾ സെറ്റാക്കി. ഇനി ഇതുപോലെ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് കണ്ടുപിടിക്കാം. അതിനായിട്ട് A - A ട്രാൻസ്പോസ് ചെയ്യുക, A - A ട്രാൻസ്പോസ് ചെയ്യുക. അപ്പോൾ A - A ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ ഇതേ നമ്മുടെ A എഴുതിയിരിക്കുന്നു, A ട്രാൻസ്പോസ് കിടക്കുന്നു. മൈനസ് ചെയ്യുക, 3 - 3, 3 ൽ നിന്ന് 3 കുറച്ചാൽ 0. അതുപോലെ 5 - 1, 4. അതുപോലെ 1 - 5, -4. Then -1 -1 0. നേരെ ഹാഫ് ഇൻറ്റു A - A ട്രാൻസ്പോസ് എടുക്കുക, ഹാഫ് ഇൻറ്റു A - A ട്രാൻസ്പോസ് എന്ന് വെച്ചാൽ ഇപ്പോൾ കിട്ടിയ മെട്രിക്സിനെ മൊത്തത്തിൽ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ 0 2 -2 0. നമുക്ക് ആവശ്യമുള്ള സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ക്യൂവും കിട്ടി. അപ്പോൾ ഈ A എന്ന് പറയുന്ന മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സിമെട്രിക് മെട്രിക്സ് P കണ്ടുപിടിക്കാൻ പറ്റി, ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ക്യൂവും കണ്ടുപിടിക്കാൻ പറ്റി. ഇനി നമുക്ക് നേരെ A = P + Q എന്ന് എഴുതാം. അതായത് A = 3 3 3 -1. നമ്മുടെ A എന്ന് പറയുന്ന മെട്രിക്സ് എഴുതി, A അല്ല P എന്ന് പറയുന്ന മെട്രിക്സ് എഴുതി, പ്ലസ് Q എന്ന് പറയുന്ന സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എഴുതി. 0 2 -2 0. നോക്കിയേ, ഇത് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് A കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയേ. 3യും 0യും കൂട്ടിയാൽ 3 കിട്ടി, 3യും 2വും കൂട്ടിയാൽ 5 കിട്ടി, 3യും -2യും കൂട്ടി കഴിഞ്ഞാൽ 1 കിട്ടി, -1ഉം 0യും കൂട്ടിയാൽ -1 കിട്ടി. അപ്പോൾ ഈ രണ്ട് മെട്രിക്സും കൂട്ടിയപ്പോൾ നമുക്ക് നമ്മുടെ A കിട്ടുകയും ചെയ്തു. കൂടാതെ ഇത് സിമെട്രിക് ആണ്, ഇത് സ്ക്യൂ സിമെട്രിക് ആണ്. അപ്പോൾ ഏത് മെട്രിക്സിനെയും, ഏതൊരു സ്ക്വയർ മെട്രിക്സിനെയും നമുക്ക് സിമെട്രിക്കിൻ്റെയും സ്ക്യൂ സിമെട്രിക്കിൻ്റെയും സമ്മായിട്ട് എഴുതാൻ പറ്റും. ഇപ്പം നമ്മൾ ഓൾറെഡി 3/3 മെട്രിക്സ് എഴുതിയത് പഠിച്ചു. ഇപ്പോൾ ദേ 2/2 മെട്രിക്സിൻ്റെയും പഠിച്ചു. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം എന്ന നിലയിൽ തന്നെ ഇത് നോക്കിക്കാണും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ A എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു 2/2 മെട്രിക്സ് തന്നേക്കാണ്. കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ, സൈൻ ആൽഫ കോസ് ആൽഫ. ദെൻ A + A ട്രാൻസ്പോസ് ഈക്വൽ ടു I എന്ന് തന്നേക്കും. അതായത് ഈ Aയും ഇതിൻ്റെ ട്രാൻസ്പോസും കൂടെ കൂട്ടി കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടുമെന്ന് പറഞ്ഞേക്കണം. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ആൽഫ. അങ്ങനെയാണെങ്കിൽ ആൽഫയുടെ വില കാണാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളിത് ചെയ്യാനായിട്ട് ആദ്യം തന്നെ A ഓൾറെഡി ഗിവൺ ആണ്, അതിൽ നിന്നും A ട്രാൻസ്പോസ് എടുത്ത് എഴുതുക. എന്ന് വെച്ചാൽ ഫസ്റ്റ് റോനെ കോളത്തിലാക്കി എഴുതി, സെക്കൻഡ് റോനെ കോളത്തിലാക്കി എഴുതി. ദെൻ നമ്മൾ A + A ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതും കൂടെ ആഡ് ചെയ്യും. ഇവിടെ കോസ് ആൽഫ, ഇവിടെയും കോസ് ആൽഫ. കോസ് ആൽഫയും കൂട്ടി കഴിഞ്ഞാൽ 2 കോസ് ആൽഫ. അതായത് എക്സും എക്സും കൂട്ടി കഴിഞ്ഞാൽ 2x. അതുപോലെ ഒരു കോസ് ആൽഫയും കൂട്ടി കഴിഞ്ഞാൽ 2 കോസ് ആൽഫ. ഇവിടെയാണെങ്കിൽ മൈനസ് സൈൻ ആൽഫ പ്ലസ് സൈൻ ആൽഫ 0, സൈൻ ആൽഫ മൈനസ് സൈൻ ആൽഫ 0, കോസ് ആൽഫ പ്ലസ് കോസ് ആൽഫ 2 കോസ് ആൽഫ, 2 കോസ് ആൽഫ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് A + A ട്രാൻസ്പോസിൻ്റെ ഉത്തരം കിട്ടണത്. പക്ഷേ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നു ഇറ്റ് ഈസ് ഈക്വൽ ടു I. അപ്പോൾ ഈ A + A ട്രാൻസ്പോസിൻ്റെ ഉത്തരം ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണെന്നാണ് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ 1 0 0 1. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കണതനുസരിച്ച് ഇവർ രണ്ടുപേരും സെയിം ആണ്. രണ്ട് മെട്രിക്സുകൾ സെയിം ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് സെയിം ആയിരിക്കണം. ഇപ്പോൾ ഇവിടെ 2 കോസ് ആൽഫയാണ്, അതിൻ്റെ സ്ഥാനത്ത് ഇവിടെ 1 ആണ്. അപ്പോൾ നമുക്ക് നേരെ എഴുതാം 2 കോസ് ആൽഫ ഈക്വൽ ടു 1. Therefore cos alpha equal to 2നെ അപ്പുറത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ 1/2.
അപ്പോൾ കോസ് ആൽഫ ഈക്വൽ ടു 1/2 എന്നാണ് കിട്ടിയേക്കുന്നത്. ഇനി കോസ് ആൽഫ 1/2 ആവുന്ന ആൽഫയുടെ വില എത്രയാണ്? അപ്പോൾ നമുക്കിതിൻ്റെ പ്രിൻസിപ്പിൾ വാല്യൂ അറിഞ്ഞാൽ മതി. നമുക്കിതിൻ്റെ പ്രിൻസിപ്പിൾ വാല്യൂ കിട്ടിയാൽ മതി. ഇപ്പോൾ ഇതനുസരിക്കുന്ന ഒരുപാട് വാല്യൂസ് ഉണ്ട്, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ് ഉണ്ടാവും ഇതിന്. പക്ഷേ നമുക്കിതിൻ്റെ പ്രിൻസിപ്പിൾ വാല്യൂ എഴുതിയാൽ മതി. അപ്പോൾ കോസ് ആൽഫ ഈക്വൽ ടു 1/2 ആണെങ്കിൽ ആൽഫ എത്രയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൽഫ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 1/2 എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിൻ്റെ പ്രിൻസിപ്പിൾ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് 60 ഡിഗ്രിയാണ്, അഥവാ π/3 റേഡിയൻ. π/3 റേഡിയൻ ആണ്. അപ്പോൾ ഇവിടെ ആൽഫയുടെ വാല്യൂ π/3 റേഡിയൻ. നമ്മുടെ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ആയിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് ഈ ആൻസറിലേക്ക് എത്താം. ഓക്കെ.